ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ കടമക്കുടി കായലിന്റെ അവിടെ ഉണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് കടമക്കുടിയിലോട്ടാണ്. ശരിക്കും ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്, പക്ഷെ ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഈ പ്ലാൻ ഞങ്ങൾ കുറച്ച് നാളായി ഇടുന്നുണ്ട്, പക്ഷെ അത് പ്രാവർത്തികമായത് ഈ ഒരു മഴ ദിവസമാണ്. രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു, പിന്നെ ഉച്ചയോടെ ഒരു തെളിഞ്ഞ കാലാവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ കടമക്കുടി പോകാൻ വേണ്ടി കണ്ടെയ്നർ റോഡിലൂടെ വരാപ്പുഴ വഴിയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. ഹൈവേയുടെ പണികൾ ഇത്രയുമായി എന്നുള്ളത് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ അതിന്റെ വരാപ്പുഴയിലൂടെ ടേണിംഗ് പോയിന്റിലൂടെ നമ്മൾ ഇരിക്കുവാണ്. ഇതിൽ നേരെ പോകുമ്പോഴാണ് കേട്ടോ വരാപ്പുഴ. ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴി ഞങ്ങൾക്ക് എല്ലാം വിശന്നു. അപ്പൊ എന്നും ചെറിയൊരു കടി കഴിക്കാൻ വേണ്ടി, ഒരു കടിയും ഒരു ചായയും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു കടിയിലൊന്നും നിന്നില്ല. ഒരു കടിയായി, 2 കടിയായി, 3 കടിയായി. അങ്ങനെ കടികൾ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ പഴംപൊരിയും ബോണ്ടയും സുഖിയനാണ് ആദ്യം വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് കുറച്ച് കഴിച്ചു. വരാപ്പുഴ മാർക്കറ്റിലോട്ട് കയറുന്ന ആ ജംഗ്ഷനിൽ തന്നെ ഉള്ള ഒരു കടിയുടെ കടയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു കടിക്ക് 10 രൂപയാകുന്നുള്ളൂ. അതുകൊണ്ട് അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നല്ല ചൂടോടെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ കടമക്കുടിയിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. നമ്മൾ ഇരു സൈഡിലും വെള്ളത്തിലെ കെട്ട്, അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എറണാകുളത്തുള്ളവരെ തീർച്ചയായിട്ടും തൊട്ടടുത്ത് തന്നെയാണ്. എന്നെപ്പോൾ ആരെങ്കിലും കാണാതെ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് വരിക, ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന സ്ഥലമാണ്. കാരണം നമുക്ക് വെള്ളത്തിൽ കളിക്കാം, അധികം ഡേഞ്ചർ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് മീനൊക്കെ പിടിച്ച് അവിടെ നിന്ന് തന്നെ പൊരിച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് കടമക്കുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഹാങ് ഔട്ട് ചെയ്ത് നിർത്തം ഒന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ അവിടെ കുറെ കടകളും ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ, ഐസ്ക്രീം, അതിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറെ ടോയ്സിൻ്റെയൊക്കെ അങ്ങനത്തെ ഒക്കെ കുറെ കടകൾ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊന്ന് നുറുക്കി കഴിച്ചിട്ട് നമുക്ക് പിന്നെയും യാത്ര തുടരാം. നമുക്കിപ്പോൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെമ്മീൻ്റെയും മീനിൻ്റെയും ഒക്കെ കെട്ടുകളുണ്ട്. അപ്പം അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പോകുന്നത്. അപ്പം ഈ വ്യൂ പോയിന്റും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അകത്തോട്ട് പോകണം. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഞാൻ ചെമ്മീന്റെയും മീനിന്റെയും കെട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ഒരു ഇതിൽ കൂടി കുറച്ചങ്ങ് നടക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുവാണ്. നല്ല കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഇവിടെ വരേണ്ടത് ഈവനിങ് ടൈമാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പം ശരിക്കും ഒരു വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. ഫസ്റ്റ് ടൈം അല്ലേ വന്നത്. അപ്പം വന്നതല്ലേ എല്ലായിടത്തുനിന്നും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലായിടത്തും ഒന്ന് വന്നത്. അപ്പം കുറെ പേര് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു വേണം കേട്ടോ. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഒന്ന് നടക്കാനുണ്ട്. അതായത് ഒരു വരമ്പത്ത് കൂടി നടക്കുന്ന പോലെ അങ്ങനെ കെട്ടാണത്. അപ്പം മീനുകളൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി മുന്നിലോട്ട് പോകുമ്പോഴാണ് കടമക്കുടിയിലെ കൊച്ചി വാട്ടർ മെട്രോന്റെ സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇവിടെ സർവീസ് തുടങ്ങിയിട്ടില്ല. അപ്പൊ ആ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളത്തില് പൊക്കം, അതായത് വെള്ളം കയറി നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അവിടെ മീൻ പിടിക്കാൻ ഒരു ചേട്ടനൊക്കെ ഉണ്ട്. ആ ചേട്ടൻ കുറെ നേരമായിട്ട് നിന്നിട്ട് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ ആ ചേട്ടനെയൊക്കെ നമ്മളൊന്ന് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് അവിടെ നിന്നൊരു
ജങ്കാർ സർവീസ് ഉണ്ട്. ഒരു പ്രൈവറ്റ് ജങ്കാറാണ്, ഗവൺമെന്റിന്റെ ഒന്നുമല്ല. അപ്പം ആ ഒരു സർവീസ് വഴി ഈ കുറെ പേര് വണ്ടിയോടെ തന്നെ അപ്പുറത്തെ ഇതിനകത്തോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു, ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. നമുക്ക് കടമക്കുടി സൈഡിൽ പിഴല സൈഡിലോട്ട് പോകാൻ വേണ്ടി ചെറിയൊരു ജങ്കാർ സർവീസ് ഉണ്ട്. ഇത് ഗവൺമെന്റിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. 2 ബംഗാളി ചേട്ടന്മാരായിരുന്നു ഇവിടെ നിന്നിരുന്നത്. ഒരാൾക്ക് 5 രൂപയും 2 വീലേഴ്സിനാണെങ്കിൽ ഒരെണ്ണത്തിന് 10 രൂപയുമാണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പം ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കടമക്കുടിയിൽ നിന്ന് നേരെ പിഴല സൈഡിലോട്ട് കൊണ്ടുവരും. അപ്പം ന്യൂസ് ആദ്യം കയറിയപ്പം പേടിച്ചിരിക്കുവാണ്. കാരണം അതൊരു ജങ്കാറാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വള്ളത്തില്, വലിയ വള്ളത്തിന് മേലെ പ്ലാറ്റ്ഫോം ഒക്കെ കെട്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടത് മോട്ടർ വെച്ചിട്ട് പോകുന്നു എന്നുള്ള ഒരു ചെറിയൊരു ബോട്ട് സെറ്റപ്പ്. അപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം നമുക്കിത് അറിയില്ലല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത്. എന്നാലും പക്ഷെ ഇത് സേഫ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ എത്തും. അതായത് കറങ്ങി ഒന്നും പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ വഴി നമുക്ക് നേരെ കണ്ടെയ്നർ റോഡ് ചെന്ന് കയറാൻ പറ്റും, പിഴല വഴി. സോ ഇതൊരു എളുപ്പമാർഗമാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് ഇതിങ്ങനെ കണ്ടത്. അപ്പം നമുക്ക് ഇങ്ങനെയും ആക്സസബിൾ ആണ് കേട്ടോ പോവാൻ വേണ്ടി. അങ്ങനത്തെ വിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പിഴല സൈഡിലോട്ട് പോയിട്ട് ആ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ ഈ ജങ്കാറ് ഈ ബോട്ടേട്ടിൽ അടക്കാൻ പോവാണ്. അപ്പം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അയാൾ കയറൊക്കെ ഒന്ന് സെറ്റ് വലിച്ചു മുറുക്കി നല്ലോണം അടുപ്പിച്ച ശേഷം കേട്ടോ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ ഇറക്കത്തുള്ളൂ. അപ്പം 2 വീലേഴ്സിനാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഇറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, സേഫായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ ഇത് 3 വണ്ടികളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും അവർ തന്നെ സേഫ് ആയിട്ട് ഇറക്കി. അങ്ങനെ കടമക്കുടിയിൽ നമ്മൾ കുറച്ച് മനോഹരമായ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണ്. അപ്പൊ അതിന് കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും ഇരുവശത്തും വെള്ളം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന പാലത്തിന്റെ അവിടെ ഒന്ന് നിർത്തി അവിടുത്തെ കുറച്ച് വ്യൂസും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചെമ്മീൻ കെട്ടും അതേപോലെ ചീനവലയുടെ ഇതൊക്കെ മോൾ ആദ്യമായിട്ടാണെങ്കിൽ അത്രയും അടുത്ത് കാണുന്നത്. അപ്പം അവിടെ ഞങ്ങളൊന്ന് നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് എടുക്കുമായിരുന്നു. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിലൂടെ അറിയിച്ചേക്കണേ. അങ്ങനെയൊക്കെ ഞങ്ങൾക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ടാറ്റാ.